തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ മാർഗശൈവത്തിലെ അവസാനത്തെ ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ജീവന്മാരെല്ലാം ഒന്നായി തന്നുള്ളിൽ ഒടുങ്ങുമ്പോൾ മുൻവാസനകളാറും പേരിമ്പമുദിച്ചിടും 12-ാം നിലയിലെത്തും നില ഇത് അശുദ്ധ ശൈവമുക്തർക്ക് സദാ കാഴ്ചയായിടും ഓർക്ക സത്യം. ഇതാണ് ആ പാടൽ. ജീവന്മാരെല്ലാം ഒന്നായി തന്നുള്ളിൽ ആണ്ടു നിൽക്കുമ്പോൾ മുൻവാസനകൾ ആറും പേരിമ്പമുദിച്ചിടും. അപ്പോൾ തൻ്റെ ആത്മീയ യാത്രയിൽ ജീവന്മാരെല്ലാം ഒന്നായി തന്നുള്ളിൽ അടങ്ങുമ്പോൾ, എല്ലാ ജീവന്മാരും തൻ്റെ ഉള്ളിൽ അടങ്ങി നിൽക്കുമ്പോൾ, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ, അതായത് എല്ലാ ജീവന്മാരും ഞാൻ തന്നെയാണ്, എന്നിലുള്ളത് അയം ആത്മാ ബ്രഹ്മ, ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ളത്, എല്ലാ ജീവജാലങ്ങളും എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് അറിയുമ്പോൾ, ആ സത്യബോധം ഉദിക്കുമ്പോൾ മുൻവാസനകളാറും എല്ലാ ജന്മവാസനകളും നശിച്ചു പോകും. അപ്പോൾ മനുഷ്യനെ ആത്മീയ യാത്രയിൽ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ജന്മവാസനകളുടെ നാശമാണ്. നാം ജനിച്ച് വീഴുന്നത് തന്നെ അനേകം ജന്മവാസനകളാൽ ആവൃതമാക്കപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ തുടർന്നു വരുന്ന വാസനാ സ്വഭാവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവനിൽ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ആ വാസനകളെല്ലാം പിന്നെ ഈ ജന്മത്തിലെ കർമ്മവാസനകളും എല്ലാം ഒടുങ്ങുമ്പോൾ മാത്രമേ സത്യബോധം ഉദിക്കുകയുള്ളൂ. ഇനി നോക്കൂ, 12-ാം നിലയിലെത്തും നില ഇത് ശുദ്ധശൈവം. 12-ാം നിലയിൽ, അതായത് ഒരാളുടെ ആത്മീയ യാത്രയിൽ അത്യുന്നത സോപാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ 12 പടികൾ കയറണം. ആ 12 പടികളും ചവിട്ടി കയറിക്കഴിയുമ്പോൾ അയാൾ ശുദ്ധശൈവത്തിൽ എത്തിച്ചേരും. അപ്പോൾ മുക്തി നേടും. സദാ കാഴ്ചയായിടും ഓർക്കു സത്യം. അപ്പോൾ എല്ലാ ആത്മീയ ദർശനങ്ങളും സദാ കാഴ്ചയായിടും. എല്ലായ്പ്പോഴും ശിവനെ തന്നെ കൺകുളിർക്കെ കാണാൻ കഴിയും. അതായത് ആത്മദർശനം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ആത്മീയ യാത്രയിൽ ആത്മദർശനം, ആത്മസാക്ഷാത്കാരം കിട്ടണമെങ്കിൽ പ്രധാനമായിട്ടും 12 പടികൾ ചവിട്ടി കയറണം. ആ 12 പടികൾ ചവിട്ടി കയറുമ്പോൾ മാത്രമേ ഒരാൾക്ക് സാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ഈ 12 പടികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതായത് അഷ്ടാംഗയോഗത്തിൽ, തിരുമൂലരുടെ തിരുമന്ദിരത്തിലെ അഷ്ടാംഗയോഗത്തിലും പതഞ്ജല യോഗ സൂത്രങ്ങളിലും നാം യമനിയമാദികളെ കണ്ടിട്ടുള്ളതാണ്. അവിടെ 8 പടികളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ശൈവത്തിൽ 12 പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 12 പടികളും ചവിട്ടി കയറുമ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുക. ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്ന പടികളെക്കുറിച്ച്, ഈ 12 സ്റ്റെപ്സിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ശൈവദർശനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കതിൽ നോക്കാം. ശൈവദർശനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യത്തെ 3 സ്റ്റെപ്പാണ്.
ഏതൊക്കെ? അജ്ഞാനം, ആവരണം, ഭ്രാന്തി. അതിൽ 7 ഭൂമികകൾ അടങ്ങുന്നു എന്നാണ് പറയുന്നത്. ബീജം, ബീജജാഗ്രം, ജാഗ്രത്, മഹാജാഗ്രം, ജാഗ്രത സ്വപ്നം, സ്വപ്നം, സ്വപ്നജാഗ്രം, സുഷുപ്തി. അതിനൊക്കെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. ഈ ഭൂമികകളും അജ്ഞാനം, ആവരണം, ഭ്രാന്തി എന്നിവകളെയും നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു സാധകൻ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ് എന്ന് ശൈവ ദർശനത്തിൽ വളരെ വ്യക്തമാക്കുന്നു. 3 ഭൂമികകളെ അയാൾ ആദ്യം തരണം ചെയ്യണം. അതിൽ ഒന്നാമത്തേത് അജ്ഞാനമാണ്, പിന്നെ രണ്ടാമത്തേത് ആവരണമാണ്, പിന്നെ ഭ്രാന്തി എന്ന തലമാണ്. അപ്പോൾ ഈ 3 അവസ്ഥകളെയും ഒരു സാധകൻ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് മലയാള കവിതയിലേക്ക് വരുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും. മലയാള കവിതയിൽ പ്രത്യേകിച്ചും ഒരു മഹാകവി ഉണ്ടായിരുന്നു, മഹാകവി അക്കിത്തം. അദ്ദേഹം കരതലാമലകം എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിൽ സാധാരണ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചിട്ട് അക്കിത്തം ചിത്രീകരിക്കുന്നുണ്ട്. അരച്ചാൺ വയറിനായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മരിക്കുവോർ ഞങ്ങൾക്കറിഞ്ഞാൽ കൊള്ളാം, ജീവിത സാഫല്യത്തിൻ പൊരുള് അകത്തോ പുറത്തോ എന്ന് കവി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്? അരച്ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള സാധാരണക്കാരായ ഞങ്ങൾക്ക് ഈ ജീവിത സാഫല്യം, ജീവിത സംതൃപ്തി, ജീവിതത്തിൻ്റെ ആനന്ദം എവിടെയാണ് കിട്ടുക? പുറത്താണോ അകത്താണോ? ഇതാണ് ഒരു സാധാരണ ആത്മീയ യാത്രയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ഒരു സാധാരണക്കാരൻ്റെ ആദ്യത്തെ ചോദ്യം. അകത്താണോ പുറത്താണോ ജീവിത സാഫല്യം? നാം പുറത്താണ് ആദ്യം അന്വേഷിക്കുക. അതായത് പുറം മോടികളിൽ, പുറം സുഖങ്ങളിൽ നാം സത്യമുണ്ട്, സുഖമുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സമ്പത്ത്, അതേപോലെ പുത്രമിത്രാദികൾ എല്ലാം സമ്പാദിച്ച് കഴിയുമ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കുന്നു, നമുക്ക് അവിടെ ആത്മസുഖം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അയാൾ അകത്തേക്ക് തിരിയുന്നു. അകം എന്ന് വെച്ചാൽ ഉള്ള്, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അന്തർമുഖനായിത്തീരുന്നു. അതായത് ബഹിർമുഖനായ വ്യക്തി ഈ ആത്മീയ യാത്രയിൽ ആദ്യമായിട്ട് അന്തർമുഖത്വത്തിലേക്ക് കിടക്കുന്നു. ഈ അന്തർമുഖത്വത്തിലേക്ക് കിടക്കുമ്പോഴാണ് പ്രധാനമായിട്ടും അജ്ഞാനം അയാളെ ആവരണം ചെയ്തിരിക്കുന്നു എന്നറിയുന്നത്. അറിവില്ലായ്മ, നേരത്തെ പറഞ്ഞ ജന്മവാസനകൾ, കർമ്മവാസനകൾ, ഇതെല്ലാം അയാളെ ആവരണം ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിലെ മായ വിഭാഗങ്ങളെ അയാൾ സത്യമായിട്ട് കരുതുന്നു. അപ്പോൾ മായ സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും അയാൾ ആദ്യം മനസ്സിലാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു ഇത് അജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെയോ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, ആവരണങ്ങൾ. ഈ സത്യബോധത്തെ മറച്ചു വച്ചിരിക്കുന്ന ഒരുപാട് ആവരണങ്ങളുണ്ട്. കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന വികാരങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ജന്മവാസനകൾ, അനേകം വാസനകൾ. ഈ വാസനകളും ജന്മവാസനകളും അതേപോലെ കർമ്മവാസനകളും അതേപോലെ മറ്റ് ആവരണങ്ങൾ, ആണവം, കർമ്മം തുടങ്ങിയ മലങ്ങളുണ്ട്. ഈ ആണവ കർമ്മ മലങ്ങളെ മുഴുവനും നശിപ്പിക്കണം. അതേപോലെ മായികമായ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ആണവം, കർമ്മം, മായ,
ഈ 3 മലങ്ങളെയും നശിപ്പിക്കേണ്ടത് ഒരു സാധകൻ്റെ ആവശ്യമാണ്. അപ്പോൾ അജ്ഞാന ഭൂമിയിൽ പിന്നെ ഭ്രാന്തി, ജീവിതത്തിനെ കുറിച്ചുള്ള അയാളുടെ സംശയങ്ങൾ, അത് വിക്ഷേപങ്ങൾ, ഈ വിക്ഷേപങ്ങളും അവസാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അജ്ഞാന ഭൂമിയിലാണ് ഒരു സാധകൻ തൻ്റെ യാത്രയിൽ ആദ്യം തമ്പടിക്കുന്നത്. ഈ അജ്ഞാന ഭൂമികൾ അത്രയും, അതായത് അജ്ഞാനം, ആവരണം, ഭ്രാന്തി തുടങ്ങിയ ഈ 3 അവസ്ഥകളെയും അയാൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടും, ആവരണത്തെ സത്യം കൊണ്ടും, ഭ്രാന്തിയെ യാഥാർത്ഥ്യം കൊണ്ടും തരണം ചെയ്യണം. അങ്ങനെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി തലങ്ങളെക്കുറിച്ച് അയാൾ മനസ്സിലാക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ യാത്രക്കാരൻ പിന്നീട് ജ്ഞാനഭൂമിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ യാത്ര എന്ന് പറഞ്ഞത് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, അത് അസിധാരാവൃതമാണെന്ന് പറയുന്നു. അതായത് വാൾത്തലപ്പിലൂടെയുള്ള ഒരു യാത്രയാണ് സാധകൻ്റെ ജീവിതം. കൊടിയ കൊടിയ പരീക്ഷണങ്ങളെ അയാൾ അതിജീവിക്കേണ്ടതുണ്ട്. ഈ അതിജീവനത്തിന് അയാളെ, സാധകനെ സഹായിക്കുന്നത് പ്രധാനമായിട്ടും സാധനകൾ തന്നെയാണ്. സാധനകളോടൊപ്പം തന്നെ കൃപയും, ഈശ്വര കൃപയും വന്നു ചേരുമ്പോൾ അയാൾ അജ്ഞാന ഭൂമിയിൽ നിന്ന് ജ്ഞാനഭൂമിയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ആദ്യം പുറത്തന്വേഷിക്കുന്നു. പുറത്ത് സത്യം, സന്തോഷം, സമാധാനമൊക്കെ കണ്ടെത്താനാകാതെ വരുമ്പോൾ അയാൾ അകത്തേക്ക് തിരിയുന്നു. അങ്ങനെ അന്തർമുഖനാകുന്നു. അന്തർമുഖനാകുമ്പോൾ അയാൾ അറിയുന്നു തന്നെ ചില ആവരണങ്ങൾ മൂടിയിരിക്കുന്നതായിട്ട് അറിയുന്നു. അജ്ഞാനത്തിൻ്റെയും ആവരണത്തിൻ്റെയും ഭ്രാന്തിയുടെയും ആ തലങ്ങളെ മാറ്റുമ്പോൾ അയാൾ ജ്ഞാനഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അയാൾ ഒരു ചോദ്യം ചോദിക്കുന്നത്. സാധകൻ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, ഞാൻ ആരാണ്? ഇതാണ് ആത്മവിചാരം. രമണ മഹർഷി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, ഞാൻ ആരാണ് എന്നൊരു കൊച്ചു പുസ്തകം. അതിൽ ഇതിനുള്ള മറുപടി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമാണോ? ആദ്യം അന്വേഷിക്കുന്നു. അപ്പോൾ ശരീരമല്ല. പിന്നെ മനസ്സാണോ എന്നൊന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ മനസ്സുമല്ല. അപ്പോൾ ശരീര മനസ്സുകൾക്കെല്ലാം അപ്പുറമുള്ള മറ്റൊരു തലം എന്നിലുണ്ട്, ഞാൻ എന്ന വ്യക്തിയിലുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ആരാണ്? അവസാനം അന്വേഷിച്ച് സത്യബോധത്തിൽ ബോധസ്വരൂപനായ എന്നിൽ തന്നെ എത്തുന്നു. ഞാനാണ്, ഞാനായിരിക്കുന്ന അവസ്ഥ, താനായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അത് ശിവോഹം എന്ന അവസ്ഥയാണ്. ആ പടികൾ, ജ്ഞാനഭൂമികളുടെ പടികൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ശുഭേച്ഛ, പിന്നെ വിചാരണ, തനുമാനസി, സത്വാപത്തി, അസംസക്തി, പദാർത്ഥഭാവന, തുര്യഗ എന്നിങ്ങനെയുള്ള 7 സ്റ്റെപ്സ് കയറണം. അപ്പോൾ ജ്ഞാനഭൂമിയിലെ ഈ 7 പടികളും അയാൾ ചവിട്ടിക്കയറണം. ആദ്യത്തേതാണ് ശുഭേച്ഛ. അജ്ഞാനം കൊണ്ട് തൻ്റെ സ്വരൂപം വെളിപ്പെടാത്തതുകൊണ്ട് അതിനെ സ്വരൂപീകരിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തോടുകൂടി തൻ്റെ ശുഭത്തെ കാക്ഷിക്കുന്ന അവസ്ഥയാണ് ശുഭേച്ഛ. പിന്നെ രണ്ടാമത്തേത് വിചാരണ. ഈ ശുഭേച്ഛ കൊണ്ടേർപ്പെട്ട സാധുസംഗമം കൊണ്ടും ഗുരുമൊഴി ശ്രവണം കൊണ്ടും ശ്രവിച്ചതിനെ ഇടവിടാതെ ചിന്തിച്ച് അതിൻ്റെ പൊരുളിനെ ഹൃദിസ്ഥമാക്കുന്ന അവസ്ഥ. വളരെ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റേജ് ഇതാണ്, വിചാരണ. അതാണ് ആത്മവിചാരം. അവിടെയാണ് ഞാൻ ആരാണ് എന്ന ചോദ്യം വന്നു ചേരുന്നത്. ഇതിന് ഉത്തരം കണ്ടെത്താൻ ഈ വിചാരണയിൽ അയാൾ പ്രധാനമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? സാധുക്കളെ സംഗമിക്കുന്നു.
അപ്പോൾ അന്വേഷണം തുടങ്ങുകയാണ്. സത്തായ മാർഗമേതാണ്, സന്മാർഗമേതാണ് എന്ന് ആ യാത്രക്കാരൻ, ആ ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്ന സാധകൻ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ പലപ്പോഴും സാധുസംഗമം ഉണ്ടാകുന്നു. അതായത് ശ്രേഷ്ഠരായ, മഹാശ്രേഷ്ഠരായ സന്യാസിവര്യന്മാരെ, സാധുക്കളെ, ശിവയോഗികളെ അയാൾ അന്വേഷിച്ച് നടക്കുന്നു, കണ്ടെത്തുന്നു. അവരിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഗുരുമൊഴി ശ്രവണം കിട്ടുന്നു. എന്താണ് സത്യമെന്ന ഉപദേശം അവരിൽ നിന്ന് ശ്രവണ കാത് വഴി, ശ്രവണത്തിലൂടെ അനുഭവിക്കുന്നു. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു? ഈ ശ്രവിച്ചതിനെ അയാൾ ഇടവിടാതെ മനനം ചെയ്യുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. സാധാരണ സാധുക്കളുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ അത് കേട്ട്, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്നൊരു സാധകൻ അതിനെ മനനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യതത്വം ഒരു ഗുരുവിൽ നിന്ന് കേട്ടു എന്നിരിക്കട്ടെ. എന്താണ് അയമാത്മാ ബ്രഹ്മ എന്ന സത്യം അയാൾ അന്വേഷിച്ച് മനനം ചെയ്ത് ശിവോഹം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആത്മവിചാരം. രമണ മഹർഷി പറയുന്നത് ആത്മവിചാരം കൊണ്ട് തന്നെ ഒരാൾക്ക് സത്യസാക്ഷാത്കാരം കിട്ടും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പ്രാധാന്യം ആത്മവിചാരത്തിനുണ്ട്. അപ്പോൾ ഗുരുമൊഴി കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് നിരന്തരം മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ മനനത്തിൻ്റെ അവസാനം സത്യം നമുക്ക് തന്നെ അനുഭവപ്പെട്ട് കിട്ടും. അവിടെയും ഗുരുകൃപ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അടുത്തത് തനുമാനസി. ഈ വിചാരണ കൊണ്ട് താൻ ഉന്മേഷവാനായി മഹത്തുക്കളെ സമീപിച്ച് ഗുരു എത്തിച്ചേർന്ന അവസ്ഥയെ തനിക്കും എത്തിച്ചേരണം എന്ന ഉറ്റ ആഗ്രഹത്തോടു കൂടിയവനും അതിന് പരിശ്രമിക്കുന്നതിനുമായിട്ടിരിക്കുന്ന ആ അവസ്ഥയെയാണ് തനുമാനസി എന്ന് പറയുന്നത്. അതായത് ഗുരു ഏതൊരു പദവിയിലാണോ എത്തിച്ചേർന്നത് ആ പദവിയിൽ തനിക്കും എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടെ അയാൾ നിരന്തരം സാധന ചെയ്യുന്നു. അതാണ് തനുമാനസി. ഗുരുവിൻ എത്തിച്ചേർന്ന അതേ സ്ഥാനത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിന് പരിശ്രമിക്കുന്ന സാധനകൾ ചെയ്യുന്ന അവസ്ഥ, ഇതിനെയാണ് തനുമാനസി എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തേത് സത്വാപത്തി. ഇനിയും യാതൊരു സമയവും കളയാതെ തൻ്റെ സ്വരൂപം സാക്ഷാത്കരിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ ഇരിക്കുന്നവൻ സത്താപത്തി എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. യാതൊരു കാരണവശാലും തരം താഴ്ത്തപ്പെടാത്ത തൻ്റെ സ്വരൂപത്തെ വീണ്ടും വീണ്ടും കൈവരുത്താൻ ഉറ്റ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്നവനാണ് സത്താപത്തിയിലെത്തിച്ചേരുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടിയാണ്. സാധാരണ ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ താഴെ പടിയിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് സാധകൻ്റെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ട ഘടകം. നചികേതസിനെ ശ്രദ്ധ ആവേശിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരു ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു സാധകനും തീർച്ചയായിട്ടും ശ്രദ്ധ ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? താഴെ പടിയിലേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ. മുകളിലേക്കായിരിക്കണം അയാളുടെ ശ്രദ്ധ. പിന്നെ അസംസക്തി. സത്വാപത്തിലുള്ള ജിജ്ഞാസ കൊണ്ട് ഏർപ്പെട്ട ജ്ഞാനം മൂലം തൻ്റെ സ്വരൂപത്തെ ഏതാണ്ടറിഞ്ഞ് ഒന്നിലും ഒരാസക്തി കൂടാതെ ദേഹപോഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അസംസക്തി. അതായത് ഒന്നിനോടും ശക്തി ഇല്ലാതിരിക്കുക. നമ്മൾ താമരയിലെ വെള്ളത്തുള്ളി കണ്ടിട്ടില്ലേ? വെള്ളത്തിലാണ് താമരയില കിടക്കുന്നതെങ്കിലും ആ വെള്ളത്തുള്ളി താമരയിലയെ ഒരിക്കലും ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ, അതാണ് അസംസക്തി, ശക്തിയില്ലാത്ത അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് പദാർത്ഥ ഭാവനയാണ്.
തൻ്റെ സ്വസ്വരൂപത്തിൽ ആണ്ട് ലയിച്ചിരിക്കുന്ന അവസ്ഥ. സ്വരൂപലയം, പദാർത്ഥ ഭാവന എന്നൊക്കെ പറയുന്ന അവസ്ഥ. സ്വരൂപത്തിൽ തന്നെ ലയിച്ചിരിക്കുക, താൻ താനായിരിക്കുന്ന അവസ്ഥ, അതാണ് സ്വരൂപാവസ്ഥ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് അടുത്ത ഭാഗം. സ്വരൂപത്തിൽ തന്നെ ഇരിക്കുക, ഞാനായിരിക്കുന്ന അവസ്ഥ, താനായിരിക്കുന്ന അവസ്ഥ, അതാണ് പദാർത്ഥ ഭാവന. പിന്നെ ഏറ്റവും അവസാനത്തെ പടിയാണ്, ഏറ്റവും ഉയർന്ന പടിയാണ് തുരിക. കഴിഞ്ഞു പോയ കാലത്തിലും ഈ കാലത്തിലും വരുന്ന കാലത്തിലും യാതൊരു വ്യത്യാസവും കൂടാതെ തൻ്റെ സ്വരൂപത്തിൽ തന്നെ ആണ്ട് മൗനാതീതമായി താനായി അപരോക്ഷാനുഭൂതിയിലിരിക്കുന്നവൻ തുരിക എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇതിനെയാണ് തുരീയാതീതം എന്ന് പറയുന്നത്. ഇതാണ് തുരീയാതീതമായ അവസ്ഥ. ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അപ്പുറമുള്ള അതിജ്ഞാനം, ആ ജ്ഞാനമാണ് ഈ അവസ്ഥ. ഏതാ? തുര്യക. കഴിഞ്ഞു പോയ കാലം അയാൾക്ക് ഓർമ്മയിലുണ്ടാവില്ല. അയാൾ കഴിഞ്ഞ കാലത്തെ ഇല്ലാതെ, കാലത്തിനും അപ്പുറമാണ് അയാളുടെ യാത്ര. അയാൾ വർത്തമാനത്തിൽ ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുന്നവനായിരിക്കും. യാതൊരു വ്യത്യാസം കൂടാതെ തൻ്റെ സ്വരൂപത്തിൽ തന്നെ ആണ്ട് എങ്ങനെ മൗനാതീതമായ അവസ്ഥ. പിന്നെ അയാൾ മഹാമൗനിയായിരിക്കും. അതായത് ദക്ഷിണാമൂർത്തി രൂപത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. ഇതാണ് തുര്യക എന്ന ആത്മീയ യാത്രയിൽ പങ്കെടുക്കുന്ന ഒരു സാധകൻ്റെ അവസാനത്തെ പടി. അതോടുകൂടി അയാൾ ജ്ഞാനഭൂമിയുടെ മറുകര കണ്ടിരിക്കുന്നു. ജ്ഞാനത്തിനുമപ്പുറമുള്ള ജ്ഞാനത്തിലേക്ക്, ജ്ഞാനത്തിൽ ജ്ഞാനം എന്നൊക്കെ പറയാവുന്ന ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ജ്ഞാനത്തിൻ്റെയും അപ്പുറമുള്ള മഹാജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നു. കാലാതീതമായ അവസ്ഥ, അത് മൗനാതീതമായ അവസ്ഥയാണ്. അത് ദക്ഷിണാമൂർത്തിയാണ്. ഇതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം. അപ്പോൾ ഒരു സാധകൻ തൻ്റെ ആത്മീയ യാത്രയിൽ ഏറ്റവും അവസാനം ചെന്നെത്തുന്നത് ആരിലാണ്? ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിലാണ്. ആ മഹാഗുരുവിൽ ലയിക്കുന്നു. ആ മഹാഗുരു തന്നെയായി മാറുന്നു. അപ്പോൾ ഒരു സാധകൻ ആത്മീയ യാത്രയിൽ പടിപടിയായി ഈ ചവിട്ടുപടികൾ അത്രയും കയറിയിട്ട് അവസാനം ഗുരുവായി തന്നെ അയാൾ പരിണമിക്കുന്നു. അപ്പോൾ ശിഷ്യനും ഗുരുവും ഒന്നാകുന്ന അവസ്ഥ. ഇവിടെ ശിഷ്യൻ വേറെയല്ല, ഗുരു വേറെയല്ല, രണ്ടല്ല, ഏകമാണ്. ശിഷ്യൻ ഗുരുവായിത്തീരുന്ന മഹനീയമായ ആ തുര്യാതീതമായ, അതായത് ജ്ഞാനത്തിൻ്റെ അപ്പുറമുള്ള ജ്ഞാനം, അതായത് ബോധത്തിൻ്റെ അപ്പുറമുള്ള ബോധം, അതിബോധം എന്ന് പറയാവുന്ന അവസ്ഥ. അതിനെയാണ് മഹർഷി അരവിന്ദൻ ലൈഫ് ഡിവൈനിൽ സൂപ്പർ മൈൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണ തലത്തിലുള്ള ഈഗോ, അതിൽ നിന്നെല്ലാം ഉയർന്നുയർന്ന് ഒരു സാധകൻ സൂപ്പർ മൈൻഡ് എന്ന ദക്ഷിണാമൂർത്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മൃഗം പോലെ കിടക്കുന്ന ആ ഫ്രോയിഡ് പറയുന്ന എന്ന അവസ്ഥ, ഏറ്റവും മനസ്സിൻ്റെ അധോതലം, കാമക്രോധ ലോഭ ലൈംഗിക വികാരങ്ങളെല്ലാം നിറഞ്ഞ ആ അധോമുഖമായ അവസ്ഥ, ഇതിനെ നമുക്ക് അധോമുഖമായി കിടക്കുന്ന അവസ്ഥ എന്ന് വിശേഷിക്കാം. ഈ അധോമുഖമായി കിടക്കുന്ന താമര സാധനാവേളയിൽ മുകളിലേക്ക് വിടർന്ന് വികസിച്ച് അത് മുകളിലേക്കെത്തി തുര്യഗ എന്ന അവസ്ഥയിലേക്ക്, അതായത് ജ്ഞാനത്തിൻ്റെ ജ്ഞാനമായി, അറിവിൻ്റെ അറിവായി, ബോധത്തിൻ്റെ ബോധമായി, ശിവൻ്റെ അവസ്ഥയ്ക്കും അപ്പുറമുള്ള സദാശിവാവസ്ഥയിലേക്ക്, മഹാദേവാവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. അപ്പോൾ ശിവന് തന്നെ പല അവസ്ഥകളുണ്ട്. പഞ്ചമുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
അതിലെ 5ാമത്തെ മുഖമായ ആ മഹാദേവ സങ്കല്പത്തിലേക്ക്, ആ മഹാശിവസങ്കല്പത്തിലേക്ക്, സദാശിവ സങ്കല്പത്തിലേക്ക് ഈ സാധകൻ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ആൾ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായി തന്നെ പരിണമിക്കുന്നു. പിന്നെ അയാൾക്ക് ഭൂതകാല വർത്തമാനങ്ങളോ ഒന്നും തന്നെയില്ല. അയാൾ എപ്പോഴും ഈ നിമിഷത്തിൽ മാത്രം ആനന്ദിച്ച് മൗനിയായി, മഹാമൗനിയായി ഇരിക്കുന്ന അവസ്ഥ. പല അവധൂതന്മാരുടെയും അവസ്ഥ ഇങ്ങനെയുള്ളതാണ്. അങ്ങനെയുള്ള അവധൂതന്മാർ ഇപ്പോഴും ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരെ കണ്ടുമുട്ടുക എന്നുള്ളതൊക്കെ ഈശ്വരകൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.